മതവിദ്വേഷം വളർത്തി തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാർ സംഘടനകളുടെ ശ്രമം ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർത്തുവെന്ന് പഠന റിപ്പോർട്ട്. സെൻറ്റർ ഫോർ സൊസൈറ്റി ആൻഡ് സെക്യുലറിസം പുറത്തുവിട്ട കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം വർഗീയ കലാപം 84% വർദ്ധിച്ചുവെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. 2023 വർഗീയ സംഘർഷങ്ങൾ 32 എണ്ണമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷം അത് 54ആയി. 2014 ക്രൈസ്തവർക്കെതിരെ 127 ആക്രമണമുണ്ടായപ്പോൾ 2024 834ആയി വർദ്ധിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് 46 വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായതെന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും തെലുങ്കാനയിലും കലാപങ്ങൾ അരങ്ങേറി. എന്നാൽ ഒരു വർഗീയ സംഘർഷം പോലും നടക്കാത്തതായി കണ്ടെത്തിയിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. സെൻറ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് സെക്യുലറിസം അവരുടെ റിപ്പോർട്ടിൽ ഇക്കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം രാജ്യത്തുണ്ടായ 54 വർഗീയ സംഘർഷങ്ങളിൽ 13 ജീവൻ നഷ്ടപ്പെട്ടു. BJP തനിച്ച് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുമാണ് 54 സംഘർഷങ്ങളിൽ 49 നടന്നിട്ടുള്ളത്. 12 വർഗീയ സംഘർഷം മഹാരാഷ്ട്രയിലും 7 വീതം ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ 5 വീതവും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ 4ഉം തെലുങ്കാനയിൽ 3ഉം വർഗീയ സംഘർഷമാണ് ഉണ്ടായത്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ പൊതു തിരഞ്ഞെടുപ്പ് വേളയിലും തുടർന്ന് മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായും BJP നേതാക്കൾ വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തിയ തീവ്ര വിദ്വേഷ പ്രചരണങ്ങളും വർഗീയ സംഘർഷങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കിയെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. വർഗീയ സംഘർഷങ്ങൾ കൂടാതെ മത ആഘോഷങ്ങളുടെ, ഘോഷയാത്രകളുടെയും മറവിൽ രാജ്യത്ത് 26 സംഘർഷങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ വർഷം ജനുവരിയിൽ അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനം, സരസ്വതി പൂജ, വിഗ്രഹ നിമഞ്ജനം, ഗണേശപൂജ, ബക്രീദ് ആഘോഷവേള തുടങ്ങിയ സമയങ്ങളിലെല്ലാം സംഘർഷങ്ങളുണ്ടായി. തർക്കത്തിലുള്ള ആരാധനാലയങ്ങളുടെ പേരിൽ 6 സംഘർഷങ്ങളുണ്ടായി. ഇതിലേറെയും തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യൻ ഗ്രാമീണ മേഖലകളിൽ ജാതി സംഘർഷം വർദ്ധിച്ചതായും റിപ്പോർട്ടിലുണ്ട്. 1992 ബാബറി മസ്ജിദ് തകർത്ത ശേഷം ഹിന്ദുത്വ വർഗീയത പടർന്നു പിടിക്കുകയായിരുന്നു. 2002 ഗുജറാത്ത് വംശഹത്യ മറ്റൊരു ഘട്ടമായിരുന്നു. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ് അടിക്കടി അരങ്ങേറുന്ന വർഗീയ സംഘർഷങ്ങൾ. അതിൽ നിന്ന് എന്ത് നേട്ടം തങ്ങൾക്കുണ്ടാക്കാമെന്ന ചിന്തയിലാണ് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. ഇപ്പോഴും അണയാതെ നിൽക്കുന്ന മണിപ്പൂർ വംശീയ ലഹളയിൽ പൊലിഞ്ഞ ജീവനുകളും ഇത്തരം നാടകങ്ങളുടെ ഇരകളാണ്. ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കുവാനുള്ള സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ് വർദ്ധിക്കുന്ന വർഗീയ സംഘർഷങ്ങൾ. ബുൾഡോസറുകൾ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തുന്നതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണുന്നത്. ബുൾഡോസർ രാജ് അവസാനിപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടും അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന ധാർഷ്ട്യത്തിലാണ് BJP നേതൃത്വം നൽകുന്ന സർക്കാരുകൾ. ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അധികാരം സ്ഥാപിച്ച് മതരാഷ്ട്ര സ്ഥാപനത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുകയാണ് സംഘപരിവാർ അജണ്ട. BJP സർക്കാരുകളുടെ ഗോവധ നിരോധനം, ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് തുടങ്ങിയ പദ്ധതികളെല്ലാം ഇതിലേക്കുള്ള മുന്നൊരുക്കങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, ഇന്ത്യയെ നിലനിർത്താൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്ന ആശയം ഇടതുപക്ഷം ഉയർത്തുന്നത്.